38ാമത്തെ എപ്പിസോഡിക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. മഹാഭാരതം 38ാമത്തെ എപ്പിസോഡ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മഹാഭാരതത്തിലെ ഏറ്റവും രസകരമായ കീചകവധമാണ് കേട്ടത്. അതോടുകൂടി ആ ചാപ്റ്റർ 100 ക്വസ്റ്റ്യൻസ് എന്നുള്ള ചാപ്റ്റർ അവസാനിച്ചിട്ട് അടുത്ത ചാപ്റ്റർ 10ാമത്തെ ചാപ്റ്ററായ സർവിറ്റ്യൂഡാണ് തുടങ്ങാൻ പോകുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പം അങ്ങനെ കീചകനെ കൊന്നത് ഭീമനാണെന്ന് എല്ലാവർക്കും മനസ്സിലായ ശേഷം ഈ മത്സ്യരാജ്യത്തിൽ വിരാടൻ രാജാവായിരിക്കുമ്പോൾ വിരാടൻ്റെ രാജ്ഞിയുടെ അനുജനായ കീചകനും അവിടുത്തെ യോദ്ധാവും അവിടുത്തെ മത്സ്യരാജ്യത്തിൻ്റെ സൈനിക നേതാവുമായ കീചകനെ കൊന്ന ശേഷം പഞ്ചപാണ്ഡവന്മാർക്ക് അവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടായി. ദുര്യോധനന് വേഗം മനസ്സിലായി ചത്തത് കീചകനാണെങ്കിൽ അത് കൊന്നത് ഭീമൻ തന്നെയാണെന്ന്. പിന്നെ ഇനിയൊരു പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുര്യോധനന് വളരെ അസ്വസ്ഥനായിരിക്കുകയാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ 12 കൊല്ലത്തെ വനവാസം കഴിഞ്ഞ് 13ാമത്തെ കൊല്ലം തുടങ്ങിയില്ലേ, ഇനി ഒരു കൊല്ലം കൂടി കഴിയുമ്പോഴേക്കും എന്താവും, കൗരവന്മാരെ തോൽപ്പിക്കാനായിട്ട് പാണ്ഡവന്മാർ വരും, യുദ്ധം തുടങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ദുര്യോധനനെ വളരെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ പറയുന്ന ആൾക്കാർക്ക് മനസ്സിലായി വിരാടൻ്റെ സൈനിക നേതാവായ കീചകനെ കൊന്നത് അതീവ കഴിവുള്ള ആരോ ആണ്. ദ്രൗപദി പറയുന്ന പോലെ ദ്രൗപദിയുടെ ഗാന്ധർവന്മാരായിരിക്കില്ല, കാരണം അത്രയും കഴിവുള്ള ആൾക്കാർക്കല്ലേ കൊല്ലാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഈ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് മനസ്സിലായി. ത്രികാർത്ഥ എന്ന് പറഞ്ഞിട്ട് ത്രികാർത്ഥ എന്ന് പറയുന്ന മറ്റേ ആള് എന്താ പറ്റിയ വിരാടൻ്റെ കയ്യിൽ നിന്ന് സ്ഥിരമായിട്ട് തോൽവി ഏറ്റുവാങ്ങിയ ഒരു രാജാവുണ്ട്. അയാളുടെ പേരാണ് ത്രികാർത്ഥ, സുസുർമാൻ. അത് ഇവരെല്ലാം ദുര്യോധനൻ്റെ കൂട്ടാളികളാണ്, ദുര്യോധനനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, ദുര്യോധനൻ്റെ അലൈസാണ്, ദുര്യോധനൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. ആരൊക്കെയാണത്? ത്രികാർത്ഥ പറഞ്ഞ സ്ഥലത്തിൻ്റെ പ്രധാനിയായ സുസുർമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവുണ്ട്. ഈ രാജാവ് എന്ന് പറയുന്നത് ദുര്യോധനൻ. സുസുർമാൻ. ഈ സുസുർമാനെ സ്ഥിരമായിട്ട് വിരാടൻ തോൽപ്പിച്ചിരുന്നേ. അപ്പോൾ ഈ വാർത്ത, അതായത് കീചകൻ മരിച്ചതിൻ്റെ വാർത്ത എല്ലാവിടെയും, കീചകനെ കൊന്ന വാർത്ത എല്ലാവിടെയും പരന്നു, എല്ലാവർക്കും മനസ്സിലായി, എല്ലാവർക്കും അറിഞ്ഞു തുടങ്ങി. ഇത് ദുര്യോധനൻ്റെ ഹസ്തിനപുരത്തിലും ഇത് ഒരു സംഭവമായി മാറി. അപ്പോൾ ദുര്യോധനൻ ചോദിക്കണേ, ഹസ്തിനപുരത്ത് ചോദിക്കണേ, ആരെങ്കിലും ഈ ഗാന്ധർവൻ്റെ കഥ വിശ്വസിക്കുമോ? ആരാണ് ആ സ്ത്രീ? ഏത് സ്ത്രീയാണ് ഗാന്ധർവ രൂപത്തിൽ വന്നിട്ട് കീചകനെ കൊന്നത്? ആരായിരിക്കും അത്? നമുക്കത് അറിയണമല്ലോ എന്ന് പറയും. നമുക്കിതിനെ പറ്റി എന്തെങ്കിലും ഒന്ന് കാര്യമായിട്ട് അന്വേഷിക്കണമല്ലോ എന്ന് പറയും. അപ്പോൾ കർണം പറയണേ, നമ്മുടെ സ്പൈ എന്ന് വെച്ചാൽ നമ്മുടെ ആൾക്കാർ, നമ്മുടെ എന്താ പറയുക, രഹസ്യ അന്വേഷണ ആൾക്കാരെ കൊണ്ട് രഹസ്യമായിട്ട് നമ്മൾ അന്വേഷിപ്പിക്കണം. എന്താണ് അന്വേഷിപ്പിക്കേണ്ടത്? വിരാടൻ്റെ സേനാധിപതി, വിരാടൻ്റെ സൈന്യം ഇല്ലേ, സൈന്യം എന്ന് പറയുന്ന ഈ ആർമി, സോൾജേഴ്സ്, ഇതിൻ്റെ നേതാവാണ് കീചകൻ. അപ്പോൾ ഇത്രയും വലിയൊരാളെ കൊലപ്പെടുത്താൻ കഴിവുണ്ടെങ്കിൽ
അതൊരു വലിയ ആൾ തന്നെ ആയിരിക്കും. അത് ആരാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. നമ്മുടെ ഏറ്റവും കഴിവുള്ള ഒരു സ്പൈനെ, ഒരു ചാരൻ എന്നാണ് പറയാ മലയാളത്തിൽ സ്പൈ. ഈ ചാരൻ വെച്ചാൽ എന്താ അറിയോ? ഇവിടെ നടക്കുന്ന രഹസ്യങ്ങളൊക്കെ അവിടെ ചെന്ന് പറഞ്ഞു കൊടുക്കണം. ഈ രഹസ്യം കണ്ടുപിടിക്കുന്ന ആളാണ് സ്പൈ. മനസ്സിലായോ? അപ്പൊ ഈ വിരാടന്റെ രാജ്യത്തിൽ നടന്ന രഹസ്യം നമ്മളൊരു ചാരനെ കൊണ്ട് അന്വേഷിപ്പിച്ച് കണ്ടുപിടിക്കണം. എല്ലാ മലകളും കുന്നുകളും ഗ്രാമങ്ങളും നഗരങ്ങളും കാടും ഒക്കെ നമ്മൾ അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കണം ആരാണ് ഈ വിരാടന്റെ രാജ്യത്തിൽ താമസിക്കുന്ന ആൾക്കാർ, ആരാണ് ഈ പറയുന്ന സുന്ദരിയായ സ്ത്രീ, ഈ 6 പേര് ആരൊക്കെയാണ് അവിടെ ജീവിക്കണം, എങ്ങനെയൊക്കെയാണ് ജീവിക്കണം എന്ന് അന്വേഷിക്കണം എന്ന് പറയും. അപ്പോൾ ദുശാസനല്ലേ, ദുശാസനൻ ആരാ? ദുര്യോധനന്റെ അനുജനും ഈ കാര്യങ്ങൾ പറയുകയാണ്. ഇതുപോലെ പാണ്ഡവന്മാർ നശിച്ചു പോയിട്ടുണ്ടാവും എന്നുള്ളതിൽ വളരെയധികം സംശയമുണ്ട്. പാണ്ഡവൻ ചിലപ്പോൾ നശിച്ചു പോയിട്ടുണ്ടാവാം. ഇത് നമ്മൾ ആലോചിച്ച് നമ്മൾ വെറുതെ ഇതാക്കണ്ട. അവർ കൊടുങ്കാട്ടിലേക്കല്ലേ പോയത്. അപ്പം ചിലപ്പോൾ അവരവിടെ നശിച്ചു പോയിട്ടുണ്ടാവാം എന്ന് പറയുമ്പോൾ ദ്രോണാചാര്യർ പറയണേ. ദ്രോണാചാര്യർ ആരാണ്? ഇവരുടെയൊക്കെ ഗുരു. ദ്രോണർ ഓർമ്മയുണ്ടോ? ദ്രോണർ പറയണേ, അങ്ങനെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കണ്ട. ദുശാസനൻ ദുശാസനൻ എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പഞ്ചപാണ്ഡവന്മാരൊക്കെ കാട്ടിൻ്റെ ഉള്ളിൽ കൊടുങ്കാട്ടിൽ 12 കൊല്ലവും 13 കൊല്ലവും 12.5 കൊല്ലം ജീവിച്ച് 13 കൊല്ലം ആവാരായി നിൽക്കുമ്പോൾ അവരൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും. അവരൊക്കെ ജീവിതത്തിൽ തിരിച്ചു വരാൻ കഴിവില്ലാതായിട്ടുണ്ടാവും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം എന്താ അറിയോ? ഈ ഗുരുവിനല്ലേ എല്ലാം അറിയാം. പാണ്ഡവന്മാരുടെ കഴിവ് നിങ്ങൾക്ക് അറിയില്ല. പാണ്ഡവന്മാർ നല്ല ശക്തിയുള്ള ആൾക്കാരാണ്, ശക്തിയും ബുദ്ധിയും കഴിവുമുള്ള ആൾക്കാരാണ്. നിങ്ങൾ ദുശാസനം വിചാരിക്കുന്ന പോലെ പാണ്ഡവന്മാർ ഒരിക്കലും നശിച്ചിട്ടുണ്ടാവില്ല. അവർ വീണ്ടും തിരിച്ചു വരും. നിങ്ങൾ സൂക്ഷിച്ചിരുന്നോളൂ. അവർ തിരിച്ചു വരുമ്പോൾ അവർക്ക് പോയതിനെക്കാട്ടിലും ഇരട്ടി ശക്തി ഉണ്ടാവും. ഇവിടുന്ന് പോകുമ്പോൾ ഹസ്തിനപുരത്തുനിന്ന് വനവാസത്തിനൊക്കെ അവർക്ക് ഇറങ്ങി പോകുമ്പോൾ ഉണ്ടായിരുന്നതിനെക്കാട്ടിലും ഇരട്ടി ശക്തി അവർക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ അനുജന്മാരെ പോലെ തന്നെ ഏട്ടനുജന്മാരല്ലേ, നിങ്ങൾക്കിനി എന്താ ചെയ്യാൻ കഴിയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പറയുന്ന പഞ്ചപാണ്ഡവന്മാരുമായിട്ട് സന്ധി സംഭാഷണത്തിൽ ചെയ്തിട്ട് അവരുമായിട്ട് സ്നേഹത്തിൽ കഴിയാൻ നോക്കണം. യുദ്ധത്തിനോ അവരുമായിട്ട് തമ്മിത്തെല്ലാം പോരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർ ഇവിടുന്ന് പോകുന്നതിൻ്റെ ഇരട്ടി ശക്തിയിലാണ് അവർ അവിടെ ഉള്ളത്. അപ്പോൾ ഈ പറയുന്ന നിങ്ങൾ അയക്കുന്ന ചാരന്മാരും ഇവരുമൊക്കെ എങ്ങനെയാണ് പഞ്ചപാണ്ഡവന്മാരുടെ എല്ലാ വിവരങ്ങളും കണ്ടുപിടിക്കാൻ കഴിയുക? മനസ്സിലാവുണ്ടോ? പഞ്ചപാണ്ഡവന്മാരെ കണ്ടുപിടിക്കാനോ ഇതാക്കാനോ നിങ്ങൾ ചാരന്മാരെ അയച്ചത് കൊണ്ട് നിങ്ങൾ വിജയിക്കില്ല. ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞ പോലെ ഒരു 13 കൊല്ലം വനവാസത്തിന് പോയി തിരിച്ചു വരുമ്പോൾ അവരെ സ്നേഹത്തോടു കൂടി നമ്മൾ സ്വീകരിച്ചിട്ട് അവരുമായിട്ട് നല്ല ബന്ധത്തിലേക്ക് നീങ്ങേണ്ടതാണ് നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം എന്ന് ദ്രോണാചാര്യർ പറയും. അപ്പോൾ മറ്റേ ഹസ്തിനപുരത്തിലെ രാജ്യസഭയിലാണ് ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് കേട്ട ഉടനെ ഇവിടെ ഈ രാജ്യസഭയിൽ ഭീഷ്മാചാര്യരുണ്ടല്ലോ. ഭീഷ്മാചാര്യരാണ് ഇവരുടെ എല്ലാവരുടെയും ദൈവം. ഏറ്റവും വലിയ രാജാക്കന്മാരിൽ ഒരാളാണ്. അപ്പോൾ ഭീഷ്മാചാര്യർ പറയണേ, നിങ്ങൾ നന്നായി ഭരിക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ടുള്ള നീതിപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കണം. നല്ല രീതിയിൽ നമ്മൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ. യുധിഷ്ഠിരനെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ യുധിഷ്ഠിരനുമായിട്ട് നല്ല സ്നേഹത്തിൽ ആവണം. ഇപ്പോൾ യുധിഷ്ഠിരൻ കുറേ കാലം എന്താ പറയുക, ആരും അറിയാത്ത രീതിയിൽ വേറെ വേഷം കെട്ടി ജീവിക്കാൻ തീരുമാനിച്ചതല്ലേ. കുറേ കാലങ്ങൾ അങ്ങനെ ജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ യുധിഷ്ഠിരൻ പറഞ്ഞ വാക്കുകളൊക്കെ പാലിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ചാരന്മാർക്കൊന്നും ഒരിക്കലും യുധിഷ്ഠിരനെയോ പഞ്ചപാണ്ഡവന്മാരിൽ ബാക്കിയുള്ളവരെയോ കണ്ടുപിടിക്കാൻ കഴിയില്ല.
കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്രയും കഴിവുള്ളത് കൊണ്ടല്ലേ അവരങ്ങനെ മാറി നിന്നിട്ട് വേറെ രൂപത്തിൽ നിൽക്കണത്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ അധികം ആലോചിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ 13 കൊല്ലം കഴിഞ്ഞിട്ട് 13 കൊല്ലത്തെ വനവാസത്തിന് ശേഷം പഞ്ചപാണ്ഡവന്മാർ വീണ്ടും ഹസ്തിനപുരത്തേക്ക് വരുമ്പോൾ നിങ്ങൾ സ്നേഹത്തോടു കൂടി സ്വീകരിക്കുക. എന്നിട്ട് നല്ല രീതിയിൽ യുധിഷ്ഠിരൻ എവിടെ ജീവിക്കുന്നു ആ രാജ്യം വളരെ സമൃദ്ധമാവും. വേറെവർ യുധിഷ്ഠിര റിസൈഡ്സ് ദ കൺട്രി വിൽ ബി ഫ്ലറിഷിങ്. ധർമ്മപുത്രനാണ് യുധിഷ്ഠിരൻ്റെ ഇനിയൊരു പേരാണ് ധർമ്മപുത്രൻ. അപ്പോൾ ധർമ്മപുത്രൻ എന്ന് പറയുമ്പോൾ ധർമ്മത്തിൻ്റെ മകനാണ്. അപ്പോൾ ധർമ്മം ചെയ്യുമ്പോൾ പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക. അധർമ്മം എന്ന് പറയുന്നത് ദോഷമായിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റുള്ളവരെ ദ്രോഹിക്കുക, അങ്ങനെ ചെയ്യുന്നതിനെയാണ് അധർമ്മം എന്ന് പറയാം. ധർമ്മപുത്രൻ ജീവിക്കുന്ന രാജ്യം എപ്പോഴും സമൃദ്ധിയിലായിരിക്കും, നല്ല രീതിയിൽ വളരും. അതുകൊണ്ട് നിങ്ങൾ യുധിഷ്ഠിരനുമായിട്ട് നല്ല സ്നേഹത്തിലായിട്ട് നല്ല ഈ പറയുന്ന വേദങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ പഠിപ്പിച്ചിട്ട് നല്ല രീതിയിൽ ഹസ്തിനപുരത്തിനെയും നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റും, നല്ല രീതിയിൽ എടുക്കാൻ പറ്റും. അതുപോലെ നിറച്ച് ഇവിടെ കായ്കളും കനികളും ഒക്കെ നന്നായി വളരാനുള്ള സാധ്യതയുണ്ട്. എന്താണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ധർമ്മത്തിൻ്റെ കൂടെയല്ലേ നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ പശുക്കൾക്കും ഇവിടുത്തെ ജനങ്ങൾക്കും ഇവിടെയുള്ള എല്ലാ പാടങ്ങൾക്കും എന്താ പറയുക തോട്ടങ്ങൾക്കും എല്ലാറ്റിനും നല്ല സമൃദ്ധി ഉണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ യുധിഷ്ഠിരൻ എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും ധർമ്മത്തിൻ്റെ കൂടെയല്ലേ എടുക്കുള്ളൂ, നല്ല കാര്യങ്ങളെ എടുക്കുള്ളൂ. അപ്പം നമ്മുടെ രാജ്യം വളരെ നന്നായി വളരാനുള്ള സാധ്യതയുണ്ട്. പണ്ടത്തെ ഇന്ദ്രപ്രസ്ഥത്തിനെ ഒരു വലിയൊരു രാജ്യമാക്കി മാറ്റിയതല്ലേ. എങ്ങനെയാണ് ഒരു രാജ്യം നന്നാവണേ? ഈ രാജ്യം നന്നാവുന്നത് പല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. രാജാവ് നല്ല ധർമ്മം നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുമ്പോഴാണ് ഒരു രാജ്യം നന്നാവുന്നത്. മാത്രമല്ല അടുത്ത പരിപാടി നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മളുടെ കയ്യിലുള്ള ആയുധങ്ങളും നമ്മുടെ കയ്യിലുള്ള മറ്റേ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും ആ പറയുന്ന റിസോഴ്സസ് എന്ന് പറയും. റിസോഴ്സസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള മറ്റേ ആയുധങ്ങളും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതൊന്നും അറിയാതെ നമ്മൾ ഒരു കാര്യത്തിലേക്കും നമ്മൾ എടുത്തു ചാടരുത്. നമ്മളൊരു സംഭാഷണത്തിനോ ഒരു കാര്യത്തിന് പോകുമ്പോൾ നമുക്ക് പാണ്ഡവന്മാരുമായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ നല്ല രീതിയിലെത്തിയ ശേഷം മാത്രമേ നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റൂ. നമ്മളുടെ വിജയിക്കാനോ തോൽക്കാനോ ഉള്ള സാധ്യതകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അവർക്കൊരിക്കലും പഞ്ചപാണ്ഡവന്മാർക്കൊരിക്കലും വലിയ ആയുധങ്ങളോ സേനയോ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അവരിപ്പോൾ 13 കൊല്ലം വനവാസത്തിലായിരുന്നില്ലേ. അതുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചിരിക്കണം. അപ്പോൾ ത്രികാർത്ത എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ രാജാവാണ് സുസുരുമാൻ. ഓക്കെ, ഉറങ്ങിയോ കുട്ടാ? അപ്പോൾ സുസുരുമാൻ പറയണേ, സുസുരുമാന് നമുക്ക് മറ്റേ ഇവരുമായിട്ട് ശത്രുത ഉണ്ടല്ലോ, വിരാട രാജാവുമായിട്ട് ശത്രുത ഉണ്ടല്ലോ. അപ്പോൾ കീചകം മരിച്ച സ്ഥിതിക്ക് നമുക്കൊരു കാര്യം ചെയ്യാം, വിരാട രാജ്യത്തിനെ ആക്രമിക്കാം. സുസുരന് വിരാട രാജാവുമായിട്ട് വളരെ വലിയ ശത്രുതയുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുക, വിരാട രാജ്യത്തിനെ ആക്രമിച്ചിട്ട് അവരുടെ സ്വത്തിനെയും അവരുടെ പശുക്കളും അവരുടെ ആനയും അവരുടെ എല്ലാ ഇതിനെയും നമുക്ക് കീഴടക്കാം. ഞാൻ ഒരുപാട് തവണ ഈ വിരാട രാജാവിൻ്റെ കീഴിൽ തോറ്റിട്ടുണ്ട് എന്ന് പറയുന്നത് ആരാണ്? സുസുർമാൻ എന്ന് പറഞ്ഞ ത്രികാർത്ത രാജ്യത്തിൻ്റെ രാജാവ് പറയാണ്. ഇപ്പം പാണ്ഡവന്മാർ അവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നുണ്ടെങ്കിലും അവരുടെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ സേനാധിപതിയായ കീചകം മരിച്ച സ്ഥിതിക്ക് നമുക്ക് ആക്രമിച്ചാൽ നമുക്ക് ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. വിരാട രാജ്യം നമുക്ക് കീഴടക്കാൻ പറ്റും. മാത്രമല്ല വിരാട രാജാവ് ഇങ്ങനെ
ഈ പറഞ്ഞ പോലെ കീചകൻ മരിച്ചിട്ട് ശക്തിയില്ലാതിരിക്കുന്ന സമയമല്ലേ, സേനാധിപതി മരിച്ചിട്ടുണ്ട്, അവിടെ ആരൊക്കെ ഉണ്ട് എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല. ഈ പറയുന്ന പഞ്ചപാണ്ഡവന്മാർ അവിടെ ഉണ്ടെങ്കിൽ തന്നെ അവർ വേറൊരു വേഷത്തിൽ അവരവിടെ ജീവിക്കണു എന്നല്ലേ ഉള്ളൂ. അവരുടെ കയ്യിൽ പ്രത്യേക സൈന്യമോ പ്രത്യേകിച്ച കഴിവുകളോ ഒന്നും ഇല്ല. അപ്പം നമുക്ക് വിരാട രാജ്യം കീഴടക്കാൻ നോക്കാം എന്ന് ത്രികാർത്ത രാജ്യത്തിൻ്റെ രാജാവായ സുസുർമാം പറയാണ്. ആരോട് പറയാണ്? ഹസ്തിനപുരത്ത് വെച്ച് ദുശാസനനും മറ്റുള്ള ഹസ്തിനപുരത്തെ രാജാക്കന്മാരും ഒക്കെ ഉള്ള സമയത്ത് പറയാണ് കേട്ടോ. അപ്പോൾ ദുര്യോധനൻ എന്ത് ചെയ്ത് ദുശാസനെ നോക്കി പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വിരാട രാജ്യം ആക്രമിക്കാൻ നമ്മുടെ കയ്യിലുള്ള മിലിറ്ററിയിൽ എന്തൊക്കെയുണ്ട്, നമ്മുടെ ആയുധങ്ങളും നമ്മുടെ സൈന്യത്തിൻ്റെ കീഴിൽ എന്തൊക്കെയാണുള്ളത്, നമുക്കിപ്പോൾ വിരാട രാജ്യം ആക്രമിച്ചാൽ നമുക്ക് ജയിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് ദുര്യോധനൻ ദുശാസനോട് ചോദിക്കുകയാണ്. അതിനുള്ള സാമഗ്രികളും അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അതുപോലെ കീചകൻ്റെ മരണം ഭീമനല്ലാതെ വേറൊരാൾക്ക് കീചകനെ കൊല്ലാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ വിരാട രാജ്യത്തിലെ ഭീമൻ എന്തായാലും ഉണ്ടാവേണ്ടതാണ്. സൈരന്ധ്രി എന്ന് പറയുന്നത് ദ്രൗപദി ആവാനാണ് സാധ്യത. കാരണം അത്രയും സുന്ദരിയായ ഒരു സ്ത്രീ, കീചകനെ ആകർഷിക്കാൻ പറ്റിയ ഒരു സ്ത്രീയായ ദ്രൗപദി മാത്രമേ ഉണ്ടാവുള്ളൂ. ദ്രൗപദിയും പഞ്ചപാണ്ഡവന്മാരും അവിടെ, അതായത് വിരാട രാജ്യം മത്സ്യരാജ്യത്തിൽ, വിരാടൻ രാജാവായിരിക്കുന്ന മത്സ്യരാജ്യത്തിലാണ് അവർ ജീവിക്കേണ്ടാവുക. ഭീഷ്മാചാര്യർ പറഞ്ഞ പോലെ അവിടെ രാജ്യം സമൃദ്ധമായിട്ട് ജീവിക്കുന്നുണ്ട്. യുധിഷ്ഠിരൻ അവിടെ താമസിക്കുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ നടക്കുന്നത്. നമ്മുടെ ചാരന്മാർ അവിടെ പോയിട്ട് വിരാട രാജ്യത്ത് പോയിട്ട് അവരെത്രമാത്രം സമൃദ്ധിയിലാണ് ജീവിക്കണത് എന്നുള്ളത് അന്വേഷിച്ചിട്ട് വരട്ടെ, അവർ നമുക്ക് വിവരം തരട്ടെ, അവിടെ എന്തൊക്കെയാണ് നടക്കണമെന്ന്, വിരാട രാജ്യത്തിൻ്റെ വിശദാംശങ്ങൾ, എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് എന്ന് ദുര്യോധനൻ ദുശാസനോട് പറയുകയാണ്. കേട്ടോ? ഉറങ്ങിയോ അജൂട്ടാ? കണ്ണാ ഉറങ്ങിയോ? ബാക്കിയുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാവുന്നതാണ്. ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.